അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സൽന. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അഗ്ലോണിമയുടെ ഒരു കോംബോ സെറ്റുമായിട്ടാണ്. 270 രൂപ പ്ലസ് CC ആണ് ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത്. ഇപ്പോൾ 2 പ്ലാന്റ് വീതമുള്ളതും 3 പ്ലാന്റ് വീതമുള്ള സെറ്റുകളും ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് പ്ലാൻ സൈസൊക്കെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോംബോയിൽ വരുന്ന പ്ലാന്റ് വരുന്നത് റെഡ് വാലൻറ്റിൻ്റെ പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് വരുന്നത്. ഒരു 5 ലീഫൊക്കെ വരുന്നൊരു പ്ലാന്റാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും പ്ലാന്റ് സൈസ് കൃത്യമായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുക. ഇത് നല്ലൊരു റെഡ് കളർ കയറി വരുന്ന പ്ലാന്റാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ അത്രക്ക് കളർ നിങ്ങൾക്ക് തിരിയുന്നുണ്ടോയെന്നറിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് കേട്ടോ. ഇതൊക്കെ ഇപ്പോഴും നല്ല ഡിമാൻഡിൽ ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. DTDC കൊറിയർ വഴിയായിരിക്കും പ്ലാൻസൊക്കെ അയക്കുന്നത്. പേയ്മെൻറ്റ് മോഡ് വരുന്നത് GPay ആണ്. നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത് ഗ്രീൻ പപ്പായൻ്റെ പ്ലാന്റാണ് കേട്ടോ. 3 ലീഫുള്ള ഒരു പ്ലാന്റാണ് തരുന്നത്. ഈ ഒരു പ്ലാന്റ് ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ്. ഇപ്പോൾ അധികം കിട്ടാനില്ല. ഒരു റെയർ വെറൈറ്റി തന്നെയാണ്. 400 രൂപയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു മെച്ചോർഡ് പ്ലാന്റിനൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു പ്ലാന്റ് കേട്ടോ. ഇതാണ് ഫസ്റ്റത്തെ സെറ്റ് വരുന്നത് കേട്ടോ. റെഡ് വാലൻറ്റൈനും അതുപോലെ തന്നെ ഗ്രീൻ പപ്പായാണ്. വാട്സപ്പിൽ വന്നിട്ട് പ്ലാൻ സൈസ് കാണിക്കുമെന്നൊന്നും ചോദിച്ചിട്ട് ആരും വേറെ അത് കൃത്യമായ സൈസ് കാണിക്കുന്നുണ്ട്. കണ്ടിട്ട് തന്നെ മനസ്സിലാക്കുക കേട്ടോ. ഗോൾഡൻ പപ്പായൻ്റെ പ്ലാന്റാണ്. യെല്ലോ പപ്പായ എന്നൊക്കെ പറയുന്നത് നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ്. ഇതൊന്നും ഇപ്പോൾ അധികം അങ്ങനെ കിട്ടാനില്ല. ഇതിൻ്റെ ഒരു 4 ലീഫുള്ളൊരു പ്ലാന്റാണ് കേട്ടോ തരുന്നത്. അടുത്തത് സ്നോ വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് തരുന്നത്. ഇതാണ് സെക്കൻഡ് കോംബോ വരുന്നത് കേട്ടോ. ഈ കോംബോക്ക് ഓരോ സെറ്റ് വീതം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ്. പരമാവധി റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ്. അതുകൊണ്ട് ആരും പ്ലാൻസ് അപ്പുറം മാറ്റി തരുമെന്ന് ചോദിച്ചിട്ടൊന്നും വരരുതേ. അടുത്തത് 3 പ്ലാന്റ് വീതമുള്ള ഒരു സെറ്റാണ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ബിഗ് റോയുടെ പ്ലാന്റാണ്. ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വലിയ ലീഫൊക്കെ ആയിട്ട് നല്ല ഒരു പ്ലാന്റ് തന്നെ വെച്ചാൽ തന്നെ നമ്മൾ പോട്ട് നിറഞ്ഞ് നിൽക്കുന്ന അത്രയും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. 3 ലീഫുള്ളതാണ്. പക്ഷേ നല്ല അത്യാവശ്യം ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അടുത്ത റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റാണ്. ഈ പ്ലാന്റൊക്കെ ഇപ്പോഴും ആൾക്കാർക്ക് ആവശ്യക്കാരുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഇപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ ചെറിയ റേറ്റിലൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അടുത്തത് ഈ ഒരു നാരോ ലീഫ് പ്ലാന്റാണ്. ഇത് അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റാണ്. 100 ആൻഡ് എബോവ് റേറ്റൊക്കെ വരുന്നൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് ഉള്ളത്. മുമ്പത്തെ വീഡിയോസിലൊക്കെ 2-3 പേര് പ്ലാൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓർഡർ കൺഫേം ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം കേട്ടോ. ഇതാണ് ഈ ഒരു സെറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ. അടുത്ത സെറ്റിൽ വരുന്നതും 3 പ്ലാന്റാണ്. ഇതൊന്ന് കൊച്ചിൻ പിങ്കിൻ്റെ പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു സ്മോളല്ല, ഇത് മീഡിയം എന്ന് പറയാം. ആ ഒരു വലിപ്പത്തിലുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഒരുപാട് വലിപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ ഇത്തിരി ഒരു വെളിച്ചത്തുള്ള സ്ഥലത്ത് വെക്കുമ്പോഴാണ് ഈ ഒരു പിങ്ക് കളർ കയറി വരാൻ. അല്ലാത്തപ്പോൾ ഇത് ഗ്രീനായിട്ട് തന്നെ ഇരിക്കും. ഈ പ്ലാന്റിൽ തന്നെ പലരും ചൈന പിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സെയിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ചൈന പിങ്ക് ഒരു ഇത്തിരി കെയർ ചെയ്യേണ്ട ഒരു വെറൈറ്റിയാണ്. പെട്ടെന്ന് ചീലൊക്കെ വരുന്ന ഒരു വെറൈറ്റി. ഇത് അങ്ങനത്തെ ഒരു വെറൈറ്റി അല്ല കേട്ടോ. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഇതൊരു നാരോ ലീഫ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു വൈറ്റ് ഡോട്ട് കൂടി വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് അടുത്തൊരു പ്ലാന്റ് വരുന്നത്. ഇതിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സൈസ് തന്നെയാണ് തരുന്നത്. അടുത്ത ഡ്രസ്സീനയുടെ പ്ലാന്റാണ്. ഇത് എപ്പോഴും നല്ല ഡിമാൻഡിലിരിക്കുന്ന പ്ലാന്റാണ്. ഡ്രസ്സീന പ്ലാന്റൊക്കെ നമുക്ക് അറിയാം നല്ല റേറ്റുള്ള പ്ലാന്റാണ്. സ്ലോ ഗ്രോത്ത് വേണ്ടായിരിക്കും. നല്ല റേറ്റിൽ വരുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റാണ് കേട്ടോ തരുന്നത്. ഇതാണ് 3ാമത്തെ കോംബോ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒരുപാട് പേര് വീഡിയോസൊക്കെ കാണലുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു മോട്ടിവേഷനൊക്കെ കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.